ബിനോജിന് ജീവനാണ് ഈ അരുമകൾ. ഞാൻ എവിടെയാണോ അവിടെ ഇവറ്റകളും ഉണ്ടാകും. നീണ്ട അവധിക്കു നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ തന്റെ ഓമനകളായി വളർത്തിയ പൂച്ചകളെയും പട്ടികളെയും കൂടെ കൂട്ടിയതിന്റെ സന്തോഷത്തിലാണ് ബിനോജ്. ഇന്തോനേഷ്യയിൽ IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ചങ്ങരകുളം മൂക്കുതല വടക്കുമുറി സ്വദേശി വാഴള്ളി വളപ്പിൽ ബിനോജാണ് തന്റെ 3 പൂച്ചകളെയും 2 പട്ടികളെയും അവിടെ ഉപേക്ഷിക്കാതെ വലിയ തുക ചെലവഴിച്ച് നാട്ടിലേക്ക് ഒപ്പം കൂട്ടിയത്. ഇവരുടെ യാത്രയ്ക്കായി 5 ലക്ഷത്തിലധികം തുക ചെലവഴിച്ചു. ഹോങ്കോങ്ങിൽ ഉണ്ടായിരുന്ന ഒരു 7 years IT ഫീൽഡാണ്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് 2 പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. 2 പൂച്ചകളായിരുന്നു. ഞാനും വൈഫും കൂടി ഒരുമിച്ചാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അവരെ. അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആദ്യമായിട്ട് പെറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ വളരെ വലിയൊരു പ്രോസസ്സായിരുന്നു. അതാണ് ആക്ച്വലി നമുക്ക് ഇത്തവണ പെറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആക്കിയത്, ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്. ആ പ്രോസസ്സ് ഒരു 1 to 1.5 month എടുത്തായിരുന്നു. നമ്മൾ അവിടുന്ന് ഹോങ്കോങ് മലേഷ്യ പോയി. മലേഷ്യയിൽ ഒരു 3 weeks സ്പെൻഡ് ചെയ്യേണ്ടി വന്നു 2 കാറ്റ്സിനെയും കൊണ്ട്. പിന്നെ അവിടുന്ന് വീണ്ടും അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇന്തോനേഷ്യയിലേക്ക് പോയി. അവിടെ വെച്ചാണ് നമ്മൾ അടുത്ത 3 പെറ്റ്സിനെ ലൈഫിലേക്ക് എടുക്കുന്നത്. പിന്നെ ഡോഗ്സ് 2 പേര്, ഷാലി ആൻഡ് ട്വിക്സ്, നമുക്ക് നെയ്ബേഴ്സിന്റെ ഡോഗ്സ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ ഒറിജിനലി അഡോപ്റ്റ് ചെയ്തതല്ല. അവർ ഈ പറഞ്ഞ പോലെ നെയ്ബേഴ്സ് പല കാരണങ്ങൾ കൊണ്ട് ഇന്തോനേഷ്യ വിടേണ്ടി വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലാത്തതുകൊണ്ട് ഇവിടെ വിട്ടിട്ട് പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അവരാരെങ്കിലും തൽക്കാലം നോക്കുന്ന രീതിയിലെങ്കിലും ആരെങ്കിലും കിട്ടുമോ നോക്കുമ്പോഴും ഇന്തോനേഷ്യയിൽ എളുപ്പമായിരുന്നില്ല അവർക്ക് ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഓൾറെഡി നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരുന്നു ഡോഗ്സിന്റെ കൂടെ. അവർ കൂടുതലും സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. 2 പേരും സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള വീടുകളായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഇവരെ 2 പേരെ അഡോപ്റ്റ് ചെയ്യുന്നത്. പണമല്ല നോക്കിയത്, അവരുടെ സ്നേഹമാണ് എന്നെ കീഴടക്കിയതെന്ന് ബിനോജ് പറഞ്ഞു. അവരോടുള്ള വൈകാരികമായ അടുപ്പമാണ് ഇവരെ നാട്ടിലേക്ക് കൂട്ടിയത്. കൊച്ചി എയർപോർട്ടിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം 5 അരുമകളുമായി ഒരു യാത്രക്കാരൻ വിമാനത്തിൽ എത്തുന്നത്. ട്വിക്സ്, ഷാലി പട്ടികളും മില്ലി, ഊനോ, ബെല്ല എന്നീ പൂച്ചകളുമായാണ് ബിനോജ് കഴിഞ്ഞ ദിവസം മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ 5 പ്രത്യേക കൂടുകളിലാക്കി കൊച്ചിയിൽ എത്തിച്ചത്. ഹോങ്കോങ്ങിൽ ജോലി ചെയ്യുമ്പോഴാണ് പട്ടികൾ ബിനോജിന്റെ അടുത്തേക്കെത്തുന്നത്. തൊട്ടടുത്ത് താമസിച്ചിരുന്ന വീട്ടുകാർ അവിടെ വിട്ടു പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ പട്ടികളെ താൻ നോക്കിക്കൊള്ളാമെന്ന് ബിനോജ് പറഞ്ഞു. അവർ സ്നേഹത്തോടെ പട്ടികളെ കൈമാറുകയായിരുന്നു. ഞാൻ ജോലിക്ക് റിസൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി വരുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി എക്സ്പെൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കുന്ന സമയമാണ്. പക്ഷേ ഇവരവിടെ വിട്ടിട്ട് വരിക എന്ന് പറയുന്നത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏറെ സന്തോഷമുണ്ടെന്നും ജോലി ആവശ്യാർത്ഥം ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റുമ്പോൾ ഇവരെയും കൂടെ കൊണ്ടുപോകുമെന്നും ബിനോജ് പറഞ്ഞു. മൂക്കുതല വടക്കുമുറി വാഴള്ളി വളപ്പിൽ ജനാർദ്ദൻ ബിന്ദു ദമ്പതികളുടെ മകനാണ് ബിനോജ്.